PM ശ്രീയിൽ കിടന്ന് ഉരുണ്ട് കളിക്കുന്നില്ല. അല്ല, ഉരുണ്ട് കളിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതൊരു അത് ഞാൻ ചോദിക്കുന്നത് PM ശ്രീയിൽ കൃത്യമായിട്ട് പറയാലോ, അത് കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ ചേർന്ന് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പൊ PM ശ്രീ എന്ന് പറയുന്നത് 15,000-ഓളം സ്കൂളുകളാണ് രാജ്യത്തുടനീളം അങ്ങനെ തിരഞ്ഞെടുക്കുന്നത്. നമ്മുടെ കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം കൊടുക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അതിനെ അനുകൂലിക്കുന്നതിന് മുഖ്യമന്ത്രിക്ക് മറ്റാരുടെയും നിലപാടുകൾ നോക്കേണ്ട കാര്യം. പക്ഷേ പ്രശ്നങ്ങളുണ്ട്. മറ്റാരുടെയും എന്ന് പറയുമ്പോൾ തന്നെ വിദ്യാഭ്യാസ മന്ത്രി ഈ പറഞ്ഞ അദ്ദേഹത്തിന്റെ ഘടകകക്ഷിയാണെങ്കിൽ പോലും ലീഗിന്റെ മറ്റൊരു മന്ത്രിയാണ് പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ മന്ത്രി ഷാജി. അവനാണ് ഇത് അറബിക്കടലിലേക്ക് എറിയുന്നൊക്കെ പറയാം. വായി തോന്നിയത് പറയുന്നതാണ്. ഇപ്പൊ പറയണ ഞാൻ വേദിയിൽ നിൽക്കുമ്പോൾ പറഞ്ഞൊന്നും മന്ത്രിയാകുമ്പോൾ ചെയ്യാൻ പറ്റില്ല എന്നാ. മനസ്സിലായില്ലേ? പക്ഷേ അപ്പോഴും യാഥാർത്ഥ്യ ബോധത്തോടൊരു നിലപാട് സതീശൻ എടുത്തിട്ടുണ്ട്. സതീശൻ പറഞ്ഞു ഇത് ഒരു ഗവൺമെന്റ് തുടർച്ചയാണ്. 2, എന്ത് കാരണത്തിനായാലും SSKയുടെ ഫണ്ട് കിട്ടാനാണെങ്കിൽ പോലും നമ്മൾ ഒപ്പിട്ട് കഴിഞ്ഞതാണ്. അതുകൊണ്ട് അത് പിന്നെ ഒറ്റ കണ്ടീഷൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, കരിക്കുലത്തിൽ ഇടപെടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. കേരളത്തിന്റെ കരിക്കുലമായിട്ട് നിൽക്കും. അതേ സമയത്ത് ഇത്തരം ഒരു ബ്ലോക്കിൽ 2 സ്കൂളുകളെ, ഇനി ഇതിന്റെ അപകടം ആലോചിച്ച് നോക്കൂ. 2020 വന്നതാണ് പ്രജിത ഈ സ്കീം. എത്ര കൊല്ലം പിണറായി വിജയൻ പോലും നിവൃത്തിയില്ലാത്ത ഘട്ടത്തിൽ 2025 കൊല്ലം നഷ്ടപ്പെടുത്തി. ഇതാ അടുത്ത കൊല്ലം തീരുകയാണത്, പുതിയ സ്കീം വരും. അപ്പോ അതുകൊണ്ട് PM ശ്രീയില് എടുത്ത നിലപാട് എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് എളുപ്പമല്ല. പിണറായി വിജയന് വേണമെങ്കിൽ കറക്റ്റ് നിലപാടെടുക്കാമായിരുന്നു. അത്രയേറെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. CPM-ന് അപ്രമാദിത്വം ഉണ്ടായിരുന്നു. ഇപ്പൊ കോൺഗ്രസിന് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ പോലും ഘടകകക്ഷികളൊക്കെ എതിരാണെന്നുള്ളൊരു പ്രശ്നമുണ്ട്. അത് എന്നാലും അദ്ദേഹം ഒരു നിലപാടെടുത്തിട്ടുണ്ട്.